ഹലോ എല്ലാവർക്കും ബെസ്റ്റ് മീഡിയ ട്രാക്ക് ഹിന്ദി സ്കൂൾ ഓഫ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ വൈറ്റ് ഹെറോൺ സെമസ്റ്റർ 2 ഇംഗ്ലീഷിലെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ അത് പോയി കാണുക. അപ്പോൾ ഞാനിവിടെ വായിക്കാം. സിൽവിയ, the hunter and the cow reach the farm where her grandmother is anxiously waiting. Mrs. Tilly says something funny about the cow's antics and asks about the stranger. Sylvia knows nothing about him. The hunter tells her how he got lost in the forest and requests a night stay in the farm. അതായത് സിൽവിയും വേട്ടക്കാരനും പശുവും ഫാമിലെത്താണ്. അപ്പോൾ അമ്മൂമ്മയാണെങ്കിൽ അവിടെ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിസ്സിസ് സ്റ്റില്ലി പശുവിൻ്റെ കുസൃതികളെ പറ്റി പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ആ അപരിചിതൻ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ആ വേട്ടക്കാരനില്ല സിൽവിയുടെ ഒപ്പമുള്ള അതാരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. സിൽവിക്കാണെങ്കിൽ അദ്ദേഹത്തെ പറ്റി ഒന്നും അറിയേയില്ല. അപ്പം അവൻ അതായത് ആ വേട്ടക്കാരൻ അമ്മമ്മേനോട് പറയാണ്, ഞാൻ വഴി തെറ്റി കാട്ടിൽ പെട്ടുപോയതാണ്, അന്ന് രാത്രി അവരുടെ വീട്ടിൽ കഴിയാനായിട്ട് സമ്മതിക്കുമോ എന്ന് ചോദിക്കുകയാണ്. Mrs. Tilly agrees. They spend the evening milking the cow, eating dinner and talking while they watch the moonrise. The newly made friends talk about Mrs. Tilly's family. She's lost 4 children, but she has Sylvie's mother and her son Dan, who lives in California. Dan often shot partridges and squirrels for Mrs. Tilly to cook. She adds that Sylvia is like Dan and she knows the forest and the wild animals. മിസ്സസ് ടില്ലി ആ വേട്ടക്കാരൻ അവിടെ നിന്നോട്ടും ചോദിക്കുമ്പോൾ നിന്നോളാൻ സമ്മതിക്കുന്നുണ്ട്. പിന്നെ പാല് കറന്നിട്ടും ഡിന്നർ കഴിച്ചിട്ടും വർത്താനൊക്കെ പറഞ്ഞ് അവരങ്ങനെ ആ വൈകുന്നേരം സ്പെൻഡ് ചെയ്യാണ്. ചന്ദ്രൻ ഉദിക്കുന്നതൊക്കെ അവർ നോക്കി നിൽക്കുകയാണ് കേട്ടോ. മിസ്സസ് ടില്ലി തൻ്റെ കുടുംബത്തിനെ പറ്റിയൊക്കെ ഈ വേട്ടക്കാരനോട് പറയാണ്. അതായത് ഈ മിസ്സസ് ടില്ലിയുടെ 4 മക്കളും മരിച്ചുപോയി. ഇനി ബാക്കിയുള്ളത് സിൽവിയുടെ അമ്മയും പിന്നെ ഡാൻ എന്ന് പറഞ്ഞുള്ള ഒരു മകനുമാണ്. ഡാൻ കാലിഫോർണിയയിലാണ്. അവൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ മിസ്സസ് ടില്ലിക്ക് പാകം ചെയ്യാനായിട്ടൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ടാൻ തിത്തിര പക്ഷികളെയും അണ്ണന്മാരെയൊക്കെ കൊണ്ടുവരായിരുന്നു. സിൽവി ഡാനിനെ പോലെ തന്നെയാണ്. അവൾക്ക് കാടിനെ പറ്റിയൊക്കെ നല്ല പരിചയമുണ്ട്. അതിൽ മൃഗങ്ങളെ പറ്റിയും നല്ല പോലെ അറിയാം എന്ന് മിസ്സസ് ടില്ലി പറയാണ്. The animals even think that Sylvia is one of them. The hunter is glad to know that Sylvia knows the woods and its creatures. He tells them that he has been collecting birds since he was a little boy and that he was hunted rare birds for about 5 years. അതായത് മൃഗങ്ങളുടെ വിചാരം സിൽവിയും അവരിൽപ്പെട്ട ഒരാളാണെന്നാണ്. അതായത് അത്രക്കും കണക്റ്റഡാണ് നേച്ചറായിട്ട് സിൽവിയ. ഇത് കേട്ടപ്പോൾ ആ യുവാവില്ല, അതായത് ആ വേട്ടക്കാരന് ഭയങ്കര സന്തോഷമാവണം. കാരണം അവൻ പറയുകയാണ്, അവൻ ചെറുപ്പം മുതലേ അവനും പക്ഷികളെ ശേഖരിക്കുന്ന ഒരാളാണ്. 5 കൊല്ലത്തോളമായിട്ട് അവൻ പക്ഷികളെ വേട്ടയാടി പിടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മിസ്സസ് ടില്ലി ആസ്ക് if he keeps the birds in cages. He is an ornithologist and he replies that the birds are stuffed and preserved in his collections. He shot or snared every bird himself. He also states he saw a white heron a few miles from the farm and followed the bird's trail until he got lost. He says that the bird is a strange one, tall with soft feathers and very thin legs. He wants Sylvia to help him to locate the birds. Sylvia remains cute but the hunter continues talking. അതായത് മിസ്സസ് ടില്ലിക്ക് അറിയണം അവൻ പക്ഷികളെ കൂട്ടിലിട്ടാണ് വളർത്തുന്നതെന്ന്. അപ്പോൾ അവൻ പറയാണ് പക്ഷി ശാസ്ത്രജ്ഞനാണെന്നും പിന്നെ പക്ഷികളെ സ്റ്റഫ് ചെയ്ത് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അവൻ്റെ വീട്ടിലുള്ള ഓരോ പക്ഷികളെയും അവൻ വെടിവെച്ചിട്ടോ അല്ലെങ്കിൽ കൂട് വെച്ച് പിടിച്ചിട്ടൊക്കെയാണ് പക്ഷികളെ പിടിക്കുന്നത്. ആ ഫാമിൻ്റെ കുറച്ച് മൈലുകൾ ദൂരെ വെച്ച് അവനൊരു വെള്ളക്കൊക്കിനെ കണ്ടു. അതായത് വൈറ്റ് ഹെറോണിനെ കണ്ടു. അതിനെ പിടിക്കാനുള്ള
ശ്രമത്തിനിടയിലാണ് അവൻ വഴി തെറ്റിപ്പോയത്. അങ്ങനെ പറയും. എന്നിട്ട് പറയും, അവൻ കണ്ട കൊക്ക് ഒരു പ്രത്യേക തരമായിരുന്നു. നല്ല പൊക്കമുള്ള, നല്ല വെളുത്ത്, നല്ല തൂവലുകളൊക്കെ ഉള്ള, നല്ല നീളമുള്ള, നല്ല നീള കാലൊക്കെ ഉള്ള ഒരു കൊക്കായിരുന്നു അത്. അതിനെ കണ്ടുപിടിക്കാൻ തന്നെ സഹായിക്കണമെന്ന് അവൻ സിൽവിയോട് അഭ്യർത്ഥിക്കുകയാണ്. സിൽവിയ ആണെങ്കിൽ ഒന്നും മിണ്ടണമെന്നില്ല. പക്ഷെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. The hunter says that he is determined to find the heron and he plans to spend his vacation searching for it. He offers $10 to anyone who can lead him to it. It is a big amount for the poor farmers in the area. Mrs. Tilly is thrilled about the possible reward. Sylvia's attention is diverted by a toad jumping towards his hole nearby. അതായത് വേട്ടക്കാരൻ പറയാണ്, അവധിക്കാലം മുഴുവൻ അവിടെ കഴിച്ചാലും അവൻ കൊക്കിനെ പിടിക്കും. അങ്ങനെയാണ് ആ വേട്ടക്കാരൻ പറഞ്ഞത്. ആ കൊക്കിനെ കണ്ടുപിടിക്കാൻ അവനെ സഹായിക്കുന്ന ആൾക്ക് $10 കൊടുക്കും. അവിടുത്തെ മറ്റേ ഭയങ്കര പാവപ്പെട്ട ഈ ഫാമേഴ്സിനൊക്കെ ഈ $10 എന്ന് പറയുമ്പോൾ അതൊരു വലിയ തുകയാണ്. അത്രയും വലിയൊരു തുക കിട്ടുമല്ലോ എന്നോർത്തിട്ട് അമ്മൂമ്മക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ സിൽവിയ ഒരു തവള അതിൻ്റെ കുഴിയിലേക്ക് ചാടുന്നത് നോക്കിയിരിക്കുകയാണ് സിൽവിയ. The next day, Sylvia accompanies the ornithologist into the forest. She is no more afraid of the new boy. She thinks he is a good-natured and sympathetic. The boy shares his knowledge of birds and gives her a jackknife as a present. She likes it. Sylvia gets scared when he shoots a bird. She thinks she would like him better without his gun. She regards him with loving admiration. She describes him as a charming and delightful. Although she is only 9, she is thrilled by the dream of love. പിറ്റേ ദിവസം സിൽവിയ ആ പക്ഷി ശാസ്ത്രജ്ഞൻ്റെ കൂടെ വനത്തിലൂടെ പോവുകയാണ്. അപ്പോൾ പുതിയ പയ്യനായതുകൊണ്ട് അവൾക്ക് അത്ര പേടിയൊന്നുമില്ല കേട്ടോ. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അവൾ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, അതായത് ഭയങ്കര പേടിയാണ് മറ്റുള്ളവർക്ക് ഇടപഴകാനൊക്കെ എന്ന്. പക്ഷെ അവൾക്ക് ഈ ഇദ്ദേഹത്തിനായിട്ട് സംസാരിക്കുമ്പോഴൊന്നും പേടിയൊന്നുമില്ല. അവൾ കരുതുന്നത് നല്ല സ്വഭാവമുള്ള ദയുള്ള ഒരാളാണ് എന്നാണ് കരുതുന്നത്. അവൻ പക്ഷികളെ പറ്റിയുള്ള അവൻ്റെ അറിവ് അവളായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അതേമാതിരി അവൾക്ക് മടക്ക് കത്തി സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. സിൽവിക്കാണെങ്കിൽ അത് ഇഷ്ടമാവുന്നുണ്ട്. അവനൊരു പക്ഷിയെ വെടിവെക്കുമ്പോൾ അവളിങ്ങനെ പെട്ടെന്ന് ഭയക്കാണ് കേട്ടോ. പക്ഷെ അവൾ കരുതുന്നു ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തോക്കില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടമുണ്ടായിരുന്നാണ്. അപ്പം സിൽവിയ ആണെങ്കിൽ ഒരു സ്നേഹത്തോടെ അവനെ നോക്കാണ് കേട്ടോ. അപ്പം സുന്ദരനും രസികനുമാണ്, അതായത് നല്ല ഭംഗിയുള്ളൊരു ആളാണ് എന്ന് അവൾ പറയുന്നു. എന്നിട്ട് അവൾക്കാണെങ്കിൽ ആകെ 9 വയസ്സുള്ളൂ, അതായത് സിൽവിക്ക് 9 വയസ്സുള്ളെങ്കിലും സ്നേഹത്തിൻ്റെ സ്വപ്നങ്ങളാൽ അവൾ പുളകിതയാകുകയാണ് എന്നാണ് പറയുന്നത്.